ഇന്നൊരു ചെറുകഥ ആവട്ടേലേ. കഥയുടെ പേര് എഴുത്തുകാരി. കഥാരചന മാനുവൽ ടി തോമസ്. എഴുത്തുകാരി. എൻ്റെ അമ്മ എഴുത്തുകാരിയാണ് ടീച്ചറേ, ഉണ്ണിക്കുട്ടൻ ഉച്ചത്തിൽ പറഞ്ഞു. സ്കൂൾ ആനിവേഴ്സറിയുടെ തിരക്കുകളിലേക്ക് അധ്യാപകരും അതിൻ്റെ ലഹരിയിലേക്ക് കുട്ടികളും. UP സ്കൂൾ ആരംഭിച്ചിട്ട് 1 വർഷമാകുന്നതേയുള്ളൂ. അടുത്ത വർഷം 6ാം ക്ലാസ്സും തുടങ്ങും. ആദ്യം LP സ്കൂളിനാണ് അനുമതി ലഭിച്ചത്. ക്ലാസ്സും കുട്ടികളുടെ എണ്ണവും അനുസരിച്ച് ഡിവിഷനുകളും സ്റ്റാൻഡേർഡുകളും അനുവദിക്കുമെന്നാണ് മാനേജർ പറഞ്ഞത്. ആ ഗ്രാമത്തിലെ ആദ്യത്തെ സ്കൂളായിരുന്നു. ഒത്തിരി പേരുടെ പ്രയത്നവും നിരന്തരമായ നിവേദനങ്ങളുടെയും ശ്രമഫലമായാണ് UP സ്കൂൾ അനുവദിച്ചത്. കഴിഞ്ഞ തലമുറ 4-5 കിലോമീറ്ററുകൾ നടന്നാണ് വിദ്യ അഭ്യസിക്കാൻ പോയിരുന്നതും. അതുകൊണ്ട് വിദ്യയുടെ കാര്യത്തിൽ പലരും പിന്നിലായിരുന്നു. വിരലുകളിലെ എണ്ണത്തിലൊതുങ്ങി ബഹുഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലും. എങ്കിലും തങ്ങളുടെ ഗതി മക്കൾക്കുണ്ടാകരുതെന്നുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇതിനു പിന്നിലുണ്ട്. ആയതിനാൽ സ്കൂളിൻ്റെ ആനിവേഴ്സറി ആ നാടിൻ്റെ ഉത്സവമായി മാറ്റാനാണ് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും യോഗത്തിൽ തീരുമാനമായത്. അതിനായി പല കമ്മിറ്റികളെയും സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. സിനിമാ താരങ്ങൾ തുടങ്ങി മന്ത്രിമാർ വരെ ഉദ്ഘാടകരുടെ ലിസ്റ്റിൽ എത്തിനോക്കി. പക്ഷേ ഭഗീരഥയമ്മ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനെ കൊണ്ടാകണം ഉദ്ഘാടനം നടത്തേണ്ടതെന്ന് നിർബന്ധം തീരുമാനമാക്കി. കാരണം ഈ സ്കൂളിൻ്റെ നട്ടെല്ല് കൂടിയാണ് ഹെഡ് മിസ്ട്രസ്സായ ഭഗീരഥയമ്മ ടീച്ചർ. ഏതിൻ്റെയും അവസാന വാക്കും. മാനേജറുടെ ഭാര്യയാണല്ലോ. പല എഴുത്തുകാരുടെയും പേരുകൾ യോഗത്തിൽ പൊങ്ങി വന്നു. ശരിയായ റോഡുകൾ പോലുമില്ലാത്ത ഈ ഓണംകേറ മൂലയിലേക്ക് ആര് വരാനാണ്? കാലക്രമേണ ബസ്സും കാറുമൊക്കെ വരും. അതിനുള്ള നീക്കുപോക്കൊക്കെ നടക്കുന്നുണ്ട്. ആകെ ഒരു കാറേ ആ ചുറ്റുവട്ടത്തുള്ളൂ. അതും ഓടിക്കാനുള്ളയാൾ അങ്ങ് പേർഷ്യയിലുമാണ്. ആ കാറിനെ പലർക്കും നേരാവണ്ണം കാണാൻ പോലും കിട്ടാറില്ല. വലിയൊരു പുരയ്ക്കുള്ളിൽ അടച്ചാണ് സൂക്ഷിക്കുന്നത്. ആയതിനാൽ ആ കാറിലെ എഴുത്തുകാരനെ കൊണ്ടുവരാമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. ആനിവേഴ്സറിയുടെ ദിവസങ്ങൾ അടുത്തു തുടങ്ങി. എഴുത്തുകാരും വരുമെന്ന് തോന്നുന്നില്ല. ടീച്ചറായിരുന്നല്ലോ താല്പര്യം പറഞ്ഞതും. ആയതിനാൽ എഴുത്തുകാരെ കണ്ടുപിടിക്കേണ്ടതും ടീച്ചറുടെ തലയിലായി. രാപ്പകലില്ലാതെ ചിന്തകളിലുമായി. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളോ സോഷ്യൽ മീഡിയകളോ ആരുടെയും ചിന്തയിൽ പോലും ഇല്ലായിരുന്നു. ദിവസങ്ങളൊക്കെ അടുക്കും തോറുമുള്ള ഉത്കണ്ഠ തൻ്റെ സഹപാഠിയും നാട്ടുകാരിയുമായ സതി ടീച്ചറോട് പങ്കുവച്ചു. അതും ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൽ വെച്ച്. മറ്റ് ടീച്ചർമാർ കേൾക്കരുതല്ലോ. ആ നാട്ടിലെ സ്കൂളുകളും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോലും ഒരു കോളേജുകളോ മറ്റുയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇല്ലായിരുന്നതിനാൽ, അത്ര വലിയ പഠിപ്പിസ്റ്റുകളും ഇല്ലാതിരുന്നതിനാൽ പുറം നാട്ടിൽ നിന്നും വന്ന മരുമക്കളാണ് ആ നാട്ടിലുള്ള എല്ലാ ടീച്ചേഴ്സും. ഭർത്താക്കന്മാരിൽ ചിലർ ദൂര നാടുകളിലെ വിദ്യാഭ്യാസം തേടിയവരുണ്ട്. ദൂരങ്ങളിലുള്ള ബന്ധുക്കളുടെ വീടുകളിലും മറ്റും താമസിച്ചുള്ള പഠനങ്ങളിലൂടെയാണ് ആ കടമ്പ കഴിച്ചതും. അതിൻ്റെ ഗുണവും മണവും പണവും ആ കുടുംബത്തിനുമുണ്ടായി, മക്കൾക്കും. സതി ടീച്ചറോടുള്ള കുശുകുശുക്ക് അല്പം ശബ്ദത്തിലായത് രണ്ടുപേരും ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ ഉണ്ണിക്കുട്ടൻ എല്ലാം ശ്രദ്ധിച്ചു. അവൻ ഉറക്കി ടീച്ചറോട് പറഞ്ഞു, എൻ്റെ അമ്മ എഴുത്തുകാരിയാണ്. ആ ശബ്ദം കേട്ടിടത്തേക്ക് രണ്ടുപേരും ഒരേ സമയം ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവനെപ്പറ്റി കൂടുതലായി ടീച്ചർമാർക്ക് ആർക്കും അറിയില്ല. പഞ്ചായത്തിലെ ക്ലർക്കിൻ്റെ മകനാണ് എന്നറിയാമെന്നല്ലാതെ അയാൾ ദൂരെ എവിടെയോ നിന്ന് സ്ഥലം മാറി വന്നതാണെന്നും അയാളുടെ ഭാര്യയെ തന്നെ അവൻ്റെ അഡ്മിഷൻ്റെ അന്നാണ് ആദ്യമായും അവസാനമായും കണ്ടത്. കൂടെ ഒരു കൈക്കുഞ്ഞും ഉണ്ടായിരുന്നു. അതാണ് പ്രത്യേകമായി ശ്രദ്ധിച്ചതും. കാരണം ആ പ്രായത്തിലൊരു പേരക്കിടാവ് ടീച്ചറിനും ഉണ്ട്. ഉണ്ണിക്കുട്ടനെ അച്ഛനെ എന്നും സൈക്കിളിനാണ് കൊണ്ടുവന്നാക്കുന്നതും. ആയതിനാൽ അധികം സംസാരിക്കേണ്ടി വരാറില്ല. അവരെപ്പറ്റി കൂടുതലായൊന്നും അറിയുകയുമില്ല. ടീച്ചർ പതുക്കെ ഉണ്ണിക്കുട്ടനെ വിളിച്ച് സ്വകാര്യത്തിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. വളരെയധികം പേര് എന്നും അന്വേഷിച്ച് വീട്ടിൽ വരാറുണ്ടെന്നും വീട്ടിലെ അമ്മ വന്നാലും എഴുത്ത് തന്നെയാണെന്നും പറഞ്ഞു. അതെല്ലാം വളരെയധികം നോട്ടുകൾ കൊടുത്താണ് അവരൊക്കെ അത് വാങ്ങിച്ചു കൊണ്ട് പോകുന്നതെന്നും അവൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അമ്മ പറഞ്ഞു തരുന്ന ഒത്തിരി കഥകളുടെ കാര്യവും. ആ കഥകളൊക്കെ കേട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നതെന്നും അവൻ കൂട്ടിച്ചേർത്തു.
അതെല്ലാം കേൾക്കേണ്ട താമസം നമ്മുടെ ഉണ്ണിക്കുട്ടനെ പിടിച്ച പിടിയാലെ രാവിലെ തന്നെ 2 ടീച്ചർമാരും കൂടി പൊക്കിയെടുത്തു. അവനെയും കൊണ്ട് യാത്രയായി അടുത്ത പട്ടണത്തിലേക്ക്. അവിടെ ഒരു ഓഫീസിലിരുന്നാണ് അമ്മ കൂടുതലും എഴുതുന്നതെന്നും അവൻ പറഞ്ഞിരുന്നു. വലിയ എഴുത്തുകാരെല്ലാം അങ്ങനെയാണല്ലോ. ഓഫീസുകളോ മുറികളോ വാടകയ്ക്കെടുത്താണല്ലോ എഴുത്തുകളും. വീടിൻ്റെ ചുമരുകൾക്കുള്ളിലെ കഥയുണ്ടാവില്ല, സാഹിത്യവും. അവിടെ കരിയും പുകയുമല്ലേ. കൂടാതെ ഒത്തിരി പേരുടെ ശല്യവും കാണും. ഏകാന്തതയല്ലേ എഴുത്തുകാരുടെ മൂളയും ഭാവനയും വിടരാനുള്ള ഇടവും. ഭഗീരഥയമ്മ ടീച്ചർ സതി ടീച്ചറോട് ഉണ്ണിക്കോട്ടൻ പറഞ്ഞതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി വിശദീകരിച്ചു കൊടുത്തു. 1 കിലോമീറ്ററോളം നടന്നപ്പോഴാണ് അങ്ങോട്ടേക്കുള്ള ബസ് കിട്ടിയത്. ഉണ്ണിക്കുട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. അവന് ടിക്കറ്റും വേണ്ടല്ലോ. ഭഗീരഥയമ്മ ടീച്ചർ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ കൺമുന്നിൽ ഇത്രയും വലിയ എഴുത്തുകാരി ഉണ്ടായിരുന്നിട്ടാണല്ലോ ഈ ലോകം മുഴുവൻ ചുറ്റേണ്ടി വന്നത്. ഇതാണ് കാരണവന്മാർ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന്. മുറ്റത്തെ മുല്ലയ്ക്ക് മണവും നിറവും ഗുണമൊക്കെ ഉണ്ടെന്ന് നമ്മുടെ നാട്ടുകാരും അറിയണം. ആ എഴുത്തുകാരിയെ സ്വാഗത പ്രസംഗത്തിൽ എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തണമെന്നും പുകഴ്ത്തണമെന്നും ഓരോന്നും മനസ്സിൻ്റെ കോണിൽ എഴുതി ചേർക്കുന്ന തിരക്കിലായിരുന്നു ഭഗീരഥയമ്മ ടീച്ചർ. ഇന്നത്തെ സംഭവങ്ങളിൽ തുടങ്ങാമെന്നും തീരുമാനിച്ചു. അപ്പോഴാണ് ടീച്ചർക്ക് ഒരു സീറ്റ് കിട്ടിയത്. ബസ്സിൽ സാമാന്യം നല്ല തിരക്കായിരുന്നതിനാൽ 2 ടീച്ചർമാർക്കും സീറ്റും കിട്ടിയിരുന്നില്ല. ഉണ്ണിക്കുട്ടനെ ഒരു സ്ത്രീയുടെ മടിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ സഞ്ചിയും പാത്രവും ക്ലാസ്സിലാണ്. ധൃതിക്ക് പോന്നപ്പോൾ അതങ്ങ് വിട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ അവനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാമായിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ ശബ്ദം കേട്ട് ടീച്ചറും ബസ്സിലുള്ളവരും ഞെട്ടി. അവൻ്റെ അമ്മയുടെ ഓഫീസിലേക്കുള്ള ബസ് സ്റ്റോപ്പ് കഴിഞ്ഞുപോയി. അവൻ്റെ ബഹളം കേട്ട് ബസ് ബെല്ലടിച്ച് നിർത്തി. അതും കൃത്യമായി അവൻ്റെ അമ്മയുടെ ഓഫീസിന് മുന്നിലും. ബസ്സിൽ നിന്ന് ഇറങ്ങുകയും അവൻ ടീച്ചർമാരുടെ കൈകളിലെ പിടി പിടിവിച്ച് ഓടി അമ്മയുടെ അടുത്തേക്ക്. പുറകെ വേഗത്തിൽ 2 ടീച്ചർമാരും. ബസ് സ്റ്റോപ്പിൻ്റെ അതേ സൈഡായത് നന്നായി, അല്ലെങ്കിൽ ഭഗീരഥയമ്മ ടീച്ചർ അറിയാതെ നെഞ്ചത്ത് കൈവച്ച് പോയി. ഏതായാലും അവൻ്റെ അമ്മയെ കിട്ടിയല്ലോ. ടീച്ചർമാർ 2 പേരും തന്നെ കാണാനാണ് വന്നതെന്ന് ഉണ്ണിക്കുട്ടൽ നിന്ന് അറിഞ്ഞതോടെ സന്തോഷത്തോടെയും അതിലേറെ ആശ്ചര്യത്തോടെയും ആകാംക്ഷയോടെയും ഉണ്ണിക്കുട്ടൻ്റെ അമ്മ പുറത്തേക്കിറങ്ങി അവരെ സ്വീകരിക്കാൻ. ഉണ്ണിക്കുട്ടൻ്റെ അമ്മയുടെ നമസ്തേക്ക് മുന്നിൽ ബോധം കെട്ട് ഭഗീരഥയമ്മ ടീച്ചർ. എന്താണെന്നറിയാതെ ടീച്ചറെ താങ്ങിയെടുക്കുന്നതിനിടെ സതി ടീച്ചറും അത് കണ്ടു. കറുത്ത ബോർഡിലെ വെളുത്ത അക്ഷരങ്ങൾ: രമാദേവി കെ മേനോൻ, ആധാരമെഴുത്ത് ഓഫീസ്, വെണ്ടര്, സ്റ്റേറ്റ് ലൈസൻസി. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ ചാനലിലൂടെ കഥകളും നോവലുകളും അറിവുകളും ക്ലാസ്സുകളും തുടർച്ചയായി ലഭിക്കാൻ ബെൽ ബട്ടണും അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.